രാജഗോപാലൻ സാറിന്റെ 10 കള്ളങ്ങൾ. ഇത് രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനം. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാർ, അങ്ങ് രാജഗോപാലൻ സാറിന് വോട്ടർ പട്ടികയിൽ അനധികൃതമായി പേര് ചേർക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ടെലഗ്രാഫിന്റെ രാജഗോപാലൻ സാറേ, ഞങ്ങളും അരിയാഹാരമാണ് കഴിക്കുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഇവർ വാർത്തയല്ല, മറിച്ച് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത്. ദ ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന്റെ വോട്ടവകാശം നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാസ്പോർട്ട് പുതുക്കാൻ കഴിയാത്തതിനാൽ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മാർച്ച് 27-നാണ് SIRന്റെ നടപടിക്കിടെ ആർ രാജഗോപാലിന്റെ പേര് വെട്ടിയ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അറിയിച്ചത്. ഇതിനു മുൻപ് ഫെബ്രുവരി 27-ന് പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നു. വെരിഫിക്കേഷനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ SIRൽ പേര് വെട്ടിയ വിവരം ആപ്പിൽ നൽകിയ കാര്യവും പോലീസിനെ രാജഗോപാൽ അറിയിച്ചു. പാൻ കാർഡ് അടക്കം മറ്റു രേഖകളും സമർപ്പിച്ചു. പേര് SIRൽ നിന്ന് നീക്കം ചെയ്തതിനാൽ പോലീസ് വെരിഫിക്കേഷൻ സാധ്യമല്ലെന്ന് പിന്നീട് പോലീസ് അറിയിച്ചെന്നാണ് ആർ രാജഗോപാൽ പറയുന്നത്. പാസ്പോർട്ട് പുതുക്കി കിട്ടാത്തതിനാൽ US-ൽ നടന്ന മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് രാജഗോപാൽ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, മെയ് 9-നാണ് പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരമേറ്റത്. അതിനു മുൻപ് മമതയായിരുന്നു അല്ലേ? തെറ്റിപ്പോകരുത്. ഫെബ്രുവരി 21-നാണ് പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നത്. ഇനി പറയൂ, അന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വെരിഫിക്കേഷൻ പാസ്സാക്കിയില്ല. അതിനും SIRുമായിട്ട് എന്ത് ബന്ധം? അതിന് കുറ്റം മോദിക്ക്. ചില ചോദ്യങ്ങൾ. 1. SIR എന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള സ്റ്റാൻഡേർഡ് നടപടിയാണ്. 2022-ലെ പട്ടിക ലെഗസി ഡാറ്റ, പാരമ്പര്യ രേഖ അല്ലെങ്കിൽ പഴയ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നത്. ECIയുടെ പതിവ് രീതിയാണിത്. പുതിയ പേരുകൾ പഴയ ഡാറ്റയുമായി ലിങ്ക് ചെയ്താലേ ഡ്യൂപ്ലിക്കേഷൻ അനർഹർ ഒഴിവാകും. 2. രേഖകൾ ഹാജരാക്കേണ്ട ബാധ്യത ആർക്കാണ്? SIR വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ പൗരത്വം, വാസം തെളിയിക്കൽ രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കാത്തവരുടെ പേര് നീക്കം ചെയ്യും. 3. ഏപ്രിൽ 25-ന് ഡെഡ് ലൈൻ. SIR ഫീൽഡ് വെരിഫിക്കേഷൻ ഏപ്രിൽ 25-ന് പൂർത്തിയായി. അതിനുശേഷം വരുന്ന പരാതികൾ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ ഘട്ടത്തിലും അപ്പീൽ ഘട്ടത്തിലും പരിഗണിക്കും. നടപടി തീർന്നു എന്ന് പറഞ്ഞ് അപ്പീൽ അവകാശം ഇല്ലാതാകില്ല. അന്നു മുതൽ ഇന്നു വരെ ടെലിഗ്രാഫ് എന്ന പത്രത്തിന്റെ പത്രാധിപർ ഉറങ്ങുകയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? അപ്പോൾ സ്വന്തം കാര്യത്തിൽ ഇത്രയ്ക്ക് നിരുത്തരവാദിത്തപരമായി പെരുമാറുന്നയാളാണോ ടെലിഗ്രാഫ് പത്രാധിപർ? 4. യുക്തിപരമായ പൊരുത്തക്കേട്. സോഫ്റ്റ്വെയർ ഫ്ലാഗ് ചെയ്യുന്നത് അച്ഛൻ അല്ലെങ്കിൽ മകൻ പ്രായവ്യത്യാസം, പേരിലെ അക്ഷരത്തെറ്റ്, 2022-ലെ കുടുംബത്തിലെ ആരുടെയും പേരില്ലാത്തത് തുടങ്ങിയവയാണ്. ഇത് കള്ളവോട്ട് തടയാനുള്ള ഫിൽട്ടർ ആണ്, വ്യക്തിയെ ലക്ഷ്യമിട്ടല്ല. 5. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം പോരെ സാർ. ECIയുടെ ഗൈഡ് ലൈൻ പ്രകാരം പൗരത്വം തെളിയിക്കാൻ 2002-ന് മുൻപുള്ള വോട്ടർ ID, റേഷൻ കാർഡ്, ഭൂമിരേഖ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ 2002-ലെ റോൾ എൻട്രി വേണം. വിദ്യാഭ്യാസ രേഖ ജനനത്തീയതിക്ക് മാത്രമേ പരിഗണിക്കൂ. 6. BLO വീട്ടിൽ വന്നിരുന്നു. എല്ലാ വോട്ടർമാരുടെയും വീട്ടിൽ ബൂത്ത് ലെവൽ ഓഫീസർ നേരിട്ട് വന്ന് ഫോം നൽകി രേഖ ചോദിച്ചിരുന്നു. പലതവണ നോട്ടീസും നൽകി. അവസരം ഉപയോഗിക്കാത്തവരുടെ പേര് മാത്രം നീക്കിയിട്ടുള്ളൂ. 7. പാസ്പോർട്ട് തടസ്സം ECIയുടെ ചെയ്തിയല്ല. പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിലാണ്. വോട്ടർ ID ഇല്ലാത്തതാണ് അഡ്വൈസ് റിപ്പോർട്ടിന് ഒരു കാരണമായാൽ അത് പോലീസിന്റെ പ്രൊസീജിയർ ആണ്. ECI പാസ്പോർട്ട് തടഞ്ഞിട്ടില്ല. കണ്ടില്ലേ? എന്നാൽ മരമണ്ടൻ മലയാളി വിശ്വസിക്കും. അവർ പ്രബുദ്ധരാണ്. 8. 30 ലക്ഷം പരാതികൾ. 30 ലക്ഷം പേർ അപ്പീൽ കൊടുത്തു എന്നത് തന്നെ സിസ്റ്റം എല്ലാവർക്കും അവസരം നൽകുന്നു എന്നതിന്റെ തെളിവാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ട്രിബ്യൂണൽ വെച്ച് ഓരോ കേസും കേൾക്കുന്നുണ്ട്. 9. ഒരാളെ മാത്രം ലക്ഷ്യമിട്ടല്ല. പശ്ചിമ ബംഗാളിൽ മാത്രം ലക്ഷക്കണക്കിന് പേരുകളാണ് SIRൽ നിന്ന് നീക്കം ചെയ്തത്. രാജഗോപാൽ മാത്രമല്ല, എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും പേര് പോയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ ആരോപണം നിലനിൽക്കില്ല. 10. അന്തിമ പട്ടിക ഇതല്ല. SIR കഴിഞ്ഞുള്ള ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിച്ച ശേഷം 1 മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയമുണ്ട്. അതിനുശേഷവും ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അപ്പീൽ നൽകാം. അതിനാൽ വോട്ട് സ്ഥിരമായി പോയി എന്ന വാദം ശരിയല്ല. രേഖയില്ലെങ്കിലും പേര് പോകും. രേഖയുണ്ടെങ്കിൽ അപ്പീലിൽ തിരികെ കിട്ടും. അത് ഭരണഘടനാപരമായ ശുദ്ധീകരണ പ്രക്രിയയാണ്. രാജഗോപാലിന്റെ മകൾ കാലിഫോർണിയയിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നു. വിവാഹം നടന്നത് 2026 ഏപ്രിൽ 17-ന് സാൻ ഫ്രാൻസിസ്കോയിലാണ്. രാജഗോപാലിന് പാസ്പോർട്ട് 2025 ഒക്ടോബറിൽ എക്സ്പയർ ആയി. അന്ന് SIR തുടങ്ങിയിട്ടില്ല എന്നുകൂടി ഓർക്കുക.
എന്നിട്ട് പുതുക്കാൻ 2026 ഫെബ്രുവരി 27 അപേക്ഷിച്ചു. ബയോമെട്രിക് കഴിഞ്ഞു, പക്ഷേ പോലീസ് വെരിഫിക്കേഷനിൽ കുടുങ്ങി. 2026 മാർച്ച് 19 ബയോമെട്രിക് പൂർത്തിയായി, പക്ഷേ കൊൽക്കത്ത പോലീസ് വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്തില്ല. മെയ് 4 ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് മെയ് 9 രാവിലെ 10 മണിവരെ മമതാ ബാനർജി ആയിരുന്നു മുഖ്യമന്ത്രി. അവസാനമായി കർണാടകയിലെ ധർമ്മസ്ഥലയിലെ അമ്പലത്തിന് ചുറ്റും പെൺകുട്ടികളുടെ മൃതദേഹമുണ്ടെന്നും സുജാത ഭട്ട് എന്ന ഒരു സ്ത്രീ തന്റെ മകളായ അന്യ ഭട്ട് ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നും മൊഴി കൊടുത്തു. ആ വാർത്ത ലൈവായി മണിക്കൂറുകൾ കാണിച്ചവരാണ് ഈ കേരളക്കാർ. അവസാനം തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാനസിക അസുഖമാണെന്ന് പറഞ്ഞ് അനന്യ ഭട്ട് എന്ന സ്ത്രീ അപ്രത്യക്ഷയായി. സിദ്ദിഖാപ്പനെ കുറിച്ചും മാസങ്ങളോളം കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തതും നാം കണ്ടു. ഇതും അതേപോലുള്ള ഒരു പ്രോപ്പഗണ്ട. ലക്ഷ്യം ബംഗ്ലാദേശികൾക്ക് അന്യായമായി പൗരത്വം കൊടുക്കാൻ, കൂടാതെ രാജ്യവ്യാപകമായി പ്രതിഷേധം, പിന്നെ കത്തിക്കൽ, അവസാനം മോദി ഭരണമാറ്റം. ഉദ്ദേശം കലാപം. തിരിച്ചറിയുക.